Understanding Indian Polity, Secularism and Sustainable Development എന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 16th ലെസണിലാണ് ഡീപ്പിക്കോളജി എന്ന പാഠം പ്രിച്ച് കാപ്രയാണ് എഴുതിയത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയ്ക്ക് ശേഷം പാർട്ട് 2 വീഡിയോ നമ്മൾ നൽകുന്നു. അത് പാരഗ്രാഫ് ആൻസേഴ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ വേൾഡ് വ്യൂ ദാറ്റ് ഹാസ് ഡോമിനേറ്റഡ് അവർ തോട്ട് ഫോർ സെഞ്ചുറീസ്? നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ചിന്തയെ അടക്കി ഭരിച്ച ഒരു ലോകത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ മോഡൽ, ആ പാരഡിം നമ്മൾ ഇന്ന് മാറ്റിയെടുക്കുകയാണ് പുതിയൊരു കാഴ്ചപ്പാടിലേക്ക്. എന്തായിരുന്നു പഴയ കാഴ്ചപ്പാട്? വളരെ ഷാലോ ആയ, ആഴം കുറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. അതെന്തായിരുന്നത്? മനുഷ്യൻ പ്രകൃതിക്ക് മേലെ മാറി നിൽക്കുന്ന ഒരു പ്രത്യേക അത്ഭുത ജീവിയായിട്ടും പ്രകൃതി അവനപ്പുറത്ത് വേറെ ഒന്നായിട്ടും കണ്ടിരുന്ന ആ പഴയ തെറ്റായ കാഴ്ചപ്പാട് നമ്മളിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ പഴയ കാഴ്ചപ്പാട്? അതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് ആ പഴയ ലോക കാഴ്ചപ്പാടിൻ്റെ? ഫോർ സെഞ്ചുറീസ് മാൻ ഹാസ് ലുക്ഡ് അറ്റ് ഓൾ നാച്ചുറൽ ഫിനോമിന നോട്ട് ഇൻ ഓൾസ്. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെയും സമഗ്രതയിൽ കണ്ടിരുന്നില്ല. പകരം ഓരോന്നിനെ വേർതിരിച്ച് പാർട്സ് ആയിട്ടാണ് കണ്ടത്. He failed to recognize that all organisms, social systems, ecosystems, etc. are connected and interdependent. എല്ലാ സാമൂഹ്യ സംവിധാനങ്ങളും എല്ലാ ജൈവഘടനകളും അതുപോലെ തന്നെ എല്ലാ പാരിസ്ഥിതിക ചിന്തകളും പരസ്പര ബന്ധിതമാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പഴയകാല മനുഷ്യൻ നൂറ്റാണ്ടുകളായിട്ട് തന്നെ പരാജയപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള തോട്ടിൽ, നമ്മളെ അടക്കി ഭരിച്ചിരുന്ന തോട്ടിൽ, നമ്മളെ ഡോമിനേറ്റ് ചെയ്തിരുന്ന തോട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പിഴവ് അഥവാ തെറ്റ്. അന്നത്തെ കാലത്തെ മനുഷ്യർ ദേ കൺസിഡർഡ് ദംസെൽസ് ആസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് വിചാരിച്ചു. അതായത് പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടിയുടെ മകുടമാണ്, ക്രൗൺ ഓഫ് ക്രിയേഷൻ അഥവാ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ റൂഫാണ് എന്നൊക്കെ വിചാരിച്ചു. ഏറ്റവും വലിയ അബദ്ധധാരണകളാണ് ഇതൊക്കെ എന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട്, പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ഭൂമിയുടെ ചെറുതായ അവസ്ഥയെക്കുറിച്ചും പ്രപഞ്ചത്തിന് മുമ്പിലുള്ള ആ ഭൂമിയുടെ ആ പരിമിതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റൊന്നാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, ഈ പഴയ കാഴ്ചപ്പാടനുസരിച്ച് മാൻ ഈസ് എബവ് ആൻഡ് ഔട്ട്സൈഡ് നേച്ചർ. മനുഷ്യൻ പ്രകൃതിക്ക് മീതെയാണ്, പ്രകൃതിക്ക് വെളിയിലാണ്. ആൻഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ വാല്യൂസ്. മനുഷ്യനിൽ നിന്നാണ് എല്ലാ മൂല്യങ്ങളും പിറക്കുന്നത്. ഈ സൃഷ്ടി തന്നെ നടന്നിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന പഴയ ചിന്താഗതി ഇന്ന് ലോകം വെച്ചു പുലർത്തുന്നില്ല. ദേ സോ ദ വേൾഡ് ആസ് എ കളക്ഷൻ ഓഫ് ഐസൊലേറ്റഡ് ഒബ്ജക്ട്സ്. ലോകത്തെ ഓരോന്നിനെയും, അതായത് ആകാശം എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നാണെന്നും, കടൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണെന്നും, മരങ്ങളും പ്രകൃതിയും മറ്റൊന്നാണെന്നും, ജീവജാലങ്ങൾ, ചെടികളും മൃഗങ്ങളും വേറെയാണെന്നും, മനുഷ്യൻ ഇവയിലൊക്കെ വലിയ ശ്രേഷ്ഠ ജീവിയാണെന്നും ഒക്കെയുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. സോ മാൻകൈൻഡ് വെൻറ്റ് ഓൺ എക്സ്പ്ലോയിറ്റ് ദ നേച്ചർ മെഴ്സിലെസ്ലി. അതുകൊണ്ടാണ് മനുഷ്യന് എല്ലാത്തിനെയും ചൂഷണം ചെയ്യാനായിട്ടുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുകയാണെന്ന തെറ്റായ ധാരണയിൽ അവൻ കരുണയില്ലാതെ മേഴ്സിലെസ്ലി അവൻ എല്ലാത്തിനെയും, നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. ഈ നൂറ്റാണ്ടുകളായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്, അതിലെ പിഴവ്, എന്നിട്ട് നമ്മൾ തിരുത്താൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഓൾ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ് ഹാവ് ഇൻ ഫൈനൽ അനാലിസിസ് സെർവ്ഡ് ഓൺലി ടു ഡിസ്ട്രോയ് ദ റിസോഴ്സസ് ഓഫ് ദ വേൾഡ്. എല്ലാ ശാസ്ത്രീയമായ നേട്ടങ്ങളും നമ്മൾ പറയട്ടെ, അന്തിമമായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അത് ഈ ലോകത്തിൻ്റെ പതിവ് ക്രമത്തെ താളം തെറ്റിക്കാനോ നശിപ്പിക്കാനോ ആണ്. നമ്മൾ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചൊരു മഹത്തായ കണ്ടുപിടുത്തമാണെന്ന്. നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ മഹത്തായ കണ്ടുപിടുത്തമാണെന്ന്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ഇതൊക്കെ രാസവളങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് വിചാരിച്ചത്. കീടനാശിനികൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഇതാ വിചാരിച്ചത്. ഓക്കെ, നമുക്ക് മനുഷ്യന് എല്ലാ ജീവജാലങ്ങളെയും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും കൊല്ലാനും ഒക്കെയുള്ള അധികാരമുണ്ടെന്ന്, അത് അവൻ്റെ പുരോഗതിക്ക് നിദാനമാകുമെന്ന്. പക്ഷേ കാലമേറെ ചെല്ലുമ്പോൾ ഒരു സത്യം മനസ്സിലാവുകയാണ്, അതവൻ്റെ പുരോഗതിക്കല്ല, അവൻ്റെ തന്നെ നാശത്തിന് ഉള്ള വഴിയായിരുന്നു എന്ന തിരിച്ചറിവാണ്. സോ മെനി തിങ്കേഴ്സ് ഫിയർ ദാറ്റ് ഹ്യൂമാനിറ്റി വിൽ ഫേസ് എക്സ്റ്റിങ്ഷൻ ഇൻ അനദർ 2 or 300 years. വരുന്ന 2-3 ശതാബ്ദങ്ങൾക്കുള്ളിൽ, അതായത് നൂറ്റാണ്ടുകൾക്കുള്ളിൽ മാനവരാശി തന്നെ ചിലപ്പോൾ അപ്രത്യക്ഷമായാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ചില പ്രധാന ചിന്തകന്മാരൊക്കെ കരുതുന്നത്. ഇനി മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹോളിസ്റ്റിക് വേൾഡ് വ്യൂ ആൻഡ് ഇക്കോളജിക്കൽ വേൾഡ് വ്യൂ?
ഒരു സമഗ്രമായ ലോകകാഴ്ചപ്പാടും പരിസ്ഥിതിപരമായ ലോകകാഴ്ചപ്പാടും എന്താണ് ഒന്ന് വിശദമാക്കാമോ? അതേക്കുറിച്ചാണല്ലോ ഫ്രിച്ച് കാപ്ര ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ 16-ാം പാഠത്തിൽ പറയുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഭാഗ്യവശാൽ ദർ ഹാസ് ബീൻ എ പാരഡിം ഷിഫ്റ്റ് ഇൻ മോഡേൺ വ്യൂ ഓഫ് മാൻസ് ഔട്ട്ലുക്ക്. മനുഷ്യൻ്റെ ഈ കാഴ്ചപ്പാട്, ലോകത്തെക്കുറിച്ചുള്ള നേച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരു പാരഡിം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു പാറ്റേൺ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പാരഡിം എന്ന് പറഞ്ഞാൽ ഒരു മോഡലാണ്, മാതൃകയാണ്. ആ പഴയ മാതൃക മാറ്റി പുതിയൊരു മാതൃകയായിലാണ് ഇന്ന് അവൻ ലോകത്തെ കാണുന്നത്. അവനെ ലോകത്തെക്കുറിച്ചുള്ള ആ ഐഡിയ തന്നെ ഒരു ഓൾഡ് മോഡൽ എന്നത് മാറിയിട്ട് ഒരു ന്യൂ മോഡൽ എന്ന രീതിയിൽ അവൻ ലോക കാഴ്ചപ്പാടിനെ കാണുന്നുണ്ട്. ഫോർ സെഞ്ചുറീസ് ഹി ഹാസ് ലുക്ക്ഡ് അറ്റ് ഓൾ നാച്ചുറൽ ഫിനോമിന നോട്ട് ഇൻ ഓൾസ് ബട്ട് ഇൻ പാർട്സ്. നൂറ്റാണ്ടുകളായിട്ട് ഈ ഓരോന്നിനെയും വേർതിരിച്ച് പാർട്സ് ആയിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നാച്ചുറൽ ഫിനോമിനകളെ അവൻ കാണുന്നത് മൊത്തമായിട്ടാണ്, സമഗ്രമായിട്ടാണ്. ദ ന്യൂ പാരഡിം മേ ബി കോൾഡ് എ ഹോളിസ്റ്റിക് വേൾഡ് വ്യൂ. ഈ പുതിയ പാരഡിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമഗ്രമായ ലോക കാഴ്ചപ്പാടാണ് പുതിയ മോഡൽ എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഓൾ. പ്രപഞ്ചമെന്ന് പറയുന്നത് എല്ലാം ചേർന്നുള്ള സമഗ്രമായ ഒന്നാണെന്നും റാദർ ദാൻ എ ഡിസോസിയേറ്റഡ് കളക്ഷൻ ഓഫ് പാർട്സ്. പല വേറിട്ട ഭാഗങ്ങളുടെ സമാഹാരമാണ് ഈ പ്രപഞ്ചം എന്നുള്ള ആ ചിന്താഗതി മാറിയിരിക്കുന്നു. ഇറ്റ് മേ ഓൾസോ ബി കോൾഡ് ആൻ ഇക്കോളജിക്കൽ വേൾഡ് വ്യൂ. എന്താണ് ഈ പുതിയ കാഴ്ചപ്പാടിനെ നമുക്ക് പേരിട്ട് വിളിക്കാൻ കഴിയുക? ഫ്രിച്ച് കാപ്ര പറയുന്നു ഇതിനെ നമുക്ക് ഇക്കോളജിക്കൽ വേൾഡ് വ്യൂ എന്ന് വിളിക്കാം എന്നാണ് ഫ്രിച്ച് കാപ്രയുടെ അഭിപ്രായം. ഡീപ്പ് ഇക്കോളജിക്കൽ അവെയർനെസ് റെക്കഗ്നൈസസ്. ആഴമേറിയ ഗഹനമായ പരിസ്ഥിതി അവബോധം തിരിച്ചറിയുന്നത് ഇത്രമാത്രം: ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഓൾ ഫിനോമിന. എല്ലാ പ്രതിഭാസങ്ങൾക്കും പരസ്പര ബന്ധമുണ്ട്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവാണ് ഡീപ്പ് ഇക്കോളജിക്കൽ അവെയർനെസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. ദ ടു ടേംസ് ഹോളിസ്റ്റിക് ആൻഡ് ഇക്കോളജിക്കൽ. രണ്ട് വാക്കുകൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ, സമഗ്രമായത് ആൻഡ് ഇക്കോളജിക്കൽ, പരിസ്ഥിതിപരമായത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്, നേരിയ വ്യത്യാസമാണ് ഇതിൻ്റെ അർത്ഥത്തിലുള്ളത്. ദ ഡിഫർ സ്ലൈറ്റ്ലി ഇൻ ദർ മീനിങ്. ഫോർ എക്സാമ്പിൾ, ദ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് എ ബൈസിക്കിൾ സീസ് ഇറ്റ് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ്. സൈക്കിളിനെ നമ്മൾ അതിനെ സമഗ്രമായ കാഴ്ചപ്പാടിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. സൈക്കിൾ നമ്മൾ ഒരുപാട് സൈക്കിൾ ചവിട്ടാനൊക്കെ നമുക്കറിയാം. അത് ആ സൈക്കിളിനെ നമ്മൾ നോക്കുന്ന ആ ഹോളിസ്റ്റിക് സമഗ്രമായ കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മുടെ കായിക ബലം ഉപയോഗിച്ച് തന്നെ കാലുകൾ കൊണ്ട് അമർത്തി ചവിട്ടിക്കൊണ്ട് വേഗത്തിൽ ചക്രങ്ങളുടെ സഹായത്താൽ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഒരു ഉപകരണമോ വാഹനമോ ആണ് എന്ന് തന്നെയാണ്. അതൊരു ഫങ്ഷണൽ ഓളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതാണ് അതിൻ്റെ ഹോളിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇക്കോളജിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതിൻ്റെ ഫങ്ഷണൽ ഓളല്ല, പക്ഷേ ബട്ട് സീസ് ഇറ്റ് അഗേൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇറ്റ്സ് സോഷ്യൽ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. സൈക്കിള് ചവിട്ടുന്ന മനുഷ്യരുടെ സാമൂഹ്യ പശ്ചാത്തലം, അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അത് പ്രകൃതിക്ക് ദോഷം വരുത്തുന്നുണ്ടോ എന്നുള്ളത്, അത് പ്രകൃതിക്ക് ഒരു മലിനീകരണവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒരു പുകപടലങ്ങളോ അല്ലെങ്കിൽ പെട്രോൾ കത്തിക്കുന്നതിൻ്റെ പ്രശ്നമോ ഉണ്ടാക്കുന്നില്ല. അത് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ സാമൂഹ്യ പശ്ചാത്തലം എങ്ങനെയുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഇക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത്. പരിസ്ഥിതിയുമായി ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഒരു നല്ല പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത ഒന്നുകൂടിയാണ്, ഒരു വാഹനം കൂടിയാണ് എന്നുള്ളത്. എന്നാൽ മനുഷ്യനാണെങ്കിലോ അത് വ്യായാമത്തിന് ഉപകരിക്കുന്ന ഉപകരണവും കൂടിയാണ്. വലിയ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്ന വലിയ അപകടങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഒരു വാഹനമാണ്. ഇതൊക്കെയാണ് അതിൻ്റെ സോഷ്യൽ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റിലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അതേ കാര്യത്തെ നോക്കി കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ we examine where its raw materials come from or how its use or effects how it affects the natural environment. അതിൻ്റെ റോ മെറ്റീരിയൽ, അതുണ്ടാക്കാനായിട്ട് റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? തീർച്ചയായിട്ടും അതിൽ കൃത്രിമ പ്ലാസ്റ്റിക്കുകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് പ്രകൃതിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്നുണ്ടോ? അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിന് അത് എന്ത് ഇഫക്റ്റാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്? ഹൗ ഇറ്റ് അഫക്ട്സ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹോളിസ്റ്റിക് ആൻഡ് ഇക്കോളജിക്കൽ വ്യൂ ഈസ് ദാറ്റ് ഓൾ ദ മോർ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദ കേസ് ഓഫ് ലിവിങ് സിസ്റ്റംസ്. അപ്പോൾ ഈ ഹോളിസ്റ്റിക് വ്യൂവും ഇക്കോളജിക്കൽ വ്യൂവും ഒന്നല്ല. സമഗ്രമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷണലായിട്ടുള്ള പ്രവർത്തനപരമായിട്ടുള്ള വശത്തെക്കുറിച്ച്, ആസ്പെക്റ്റിനെ കുറിച്ചുള്ള ഒരു റിയലൈസേഷനാണ്. എന്നാൽ ഇക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത് അത് അതിൻ്റെ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ സൈക്കിൾ ഉണ്ടാക്കാൻ അധികം റോ മെറ്റീരിയൽ, അധികം ഇരുമ്പൊന്നും എടുക്കുന്നില്ല, ഒരു കാർ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ.
ഇന്നും കാറിൽ ഒരാളെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ എത്ര മാലിന്യീകരണങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുള്ള റോ മെറ്റീരിയൽ എത്ര വലിയ ഹെവിയാണ് എന്ന് നോക്കുക, അതിൻ്റെ ഉൽപ്പാദനത്തിന് എന്തോ ഒരു ഊർജ്ജം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ വശങ്ങൾ അവിടെയുണ്ട്. പക്ഷേ സൈക്കിള് അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറേ കൂടി പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ്. അതാണ് അതിൻ്റെ ഇക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ സോഷ്യൽ വ്യൂവിൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ സാമൂഹ്യ പശ്ചാത്തലം എന്നുള്ളത്. ഇനി അപ്പോൾ ലിവിങ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വേറിട്ട തിരിച്ചറിവുകളും കാഴ്ചപ്പാടുകളും ആവശ്യമാണ് എന്നാണ് പറയുക. മറ്റൊരു ചോദ്യമാണ്, വൈ ഈസ് ഡീപ്പ് ഇക്കോളജിക്കൽ അവെയർനെസ് സ്പിരിച്വൽ? എന്തുകൊണ്ടാണ് ഡീപ്പ് ഇക്കോളജിക്കൽ അവെയർനെസ് വളരെ സ്പിരിച്വൽ ആണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. കാപ്ര യൂസസ് ദ ടേം ഇക്കോളജിക്കൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വ്യൂ ഓഫ് ദ ന്യൂ ഫിലോസഫിക്കൽ സ്കൂൾ നോൺ ആസ് ഡീപ്പ് ഇക്കോളജി. കാപ്ര ഇക്കോളജിക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണെന്ന് നോക്കണേ. കാപ്ര യൂസസ് ദ ടേം ഇക്കോളജിക്കൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ ഫിലോസഫിക്കൽ സ്കൂൾ നോൺ ആസ് ഡീപ്പ് ഇക്കോളജി. ഡീപ്പ് ഇക്കോളജി എന്നത് ഒരു പുതിയ ഫിലോസഫിക്കൽ സ്കൂളാണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് കാപ്ര ഇതിനെ തിരിച്ചറിയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദ നോർവീജിയൻ ഫിലോസഫർ അർണെ നായസ്. അർണെ നായസ് എന്ന് പറയുന്ന ഒരു നോർവീജിയൻ തത്വചിന്തകനാണ് ഇങ്ങനെ ഒരു ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന പദപ്രയോഗത്തിൻ്റെ കണ്ടെത്തൽ നടത്തിയത് തന്നെ. കാപ്രയാണത് ഇപ്പോൾ നമുക്ക് ഇവിടെ മുൻപിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അദ്ദേഹം ആ അർണെ നായസ് എന്ന് പറയുന്ന നോർവീജിയൻ തത്വചിന്തകൻ അത് 70കളിലെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 70കളിലാണ് 1970കളിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഡീപ്പ് ഇക്കോളജി എന്ന പദം ഒരു ടേം കോയിൻ ചെയ്ത് തന്നെ രൂപപ്പെടുത്തിയത് തന്നെ. ഈ ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ദ ഷാലോ ആൻഡ് ഡീപ്പ് ഇക്കോളജി. ഷാലോ ഇക്കോളജി വേറെയാണ്, ഡീപ്പ് ഇക്കോളജി വേറെയാണ്. അതായത് ആഴം കുറഞ്ഞ പരിസ്ഥിതി ചിന്ത വേറെയാണ്, ആഴമുള്ള വളരെ ദീർഘവീക്ഷണമുള്ള പരിസ്ഥിതി ചിന്ത അത് മറ്റൊന്നാണ്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് പറയാനായിട്ട് അർണെ നായസ് എന്ന് പറയുന്ന നോർവീജിയൻ ഫിലോസഫറിന് അന്ന് കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ പാഠത്തിൽ ഫ്രിജോഫ് കാപ്രയും നമുക്ക് മുൻപിൽ വേർതിരിക്കുന്നത്. ഷാലോ ഇക്കോളജി ഈസ് മാൻ സെൻറ്റേഡ്. ഷാലോ ഇക്കോളജിയിൽ എന്താ പ്രശ്നം? മനുഷ്യനാണ് കേന്ദ്രം. മനുഷ്യന് വേണ്ടി ലോകത്തിലെ എല്ലാ സൃഷ്ടിയും, സസ്യങ്ങളും ചെടികളും ജീവജാലങ്ങളും ദൈവം മനുഷ്യനെ ഉപയോഗിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തു. എല്ലാത്തിൻ്റെ അധികാരം മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യന് സർവ്വസ്വതന്ത്രമായിട്ട് ഒരു കയ്യും കണക്കുമില്ലാതെ ചൂഷണം ചെയ്യുകയും ചെയ്തു പ്രകൃതിയെ. ഒടുവിൽ അത് ഇന്ന് അവനെ തിരിഞ്ഞു കടിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഷാലോ ഇക്കോളജി തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇന്ന് മനുഷ്യൻ പതിയെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഈ ഷാലോ ഇക്കോളജി മനുഷ്യനെ, ഹ്യൂമൻ ബീയിങ്സിനെ നേച്ചറിൽ നിന്ന് ഔട്ട്സൈഡായിട്ടുള്ള ഒരു പ്രത്യേക അത്ഭുതകരമായ സൃഷ്ടിയായിട്ട് കാണുന്ന ഒരു രീതിയായിരുന്നു അല്ലേ. ഈ ഷാലോ ഇക്കോളജി വ്യൂസ് ഹ്യൂമൻസ് ആസ് ബീയിങ് ഔട്ട്സൈഡ് നേച്ചർ. മനുഷ്യൻ പ്രകൃതിയുടെ വെളിയിലാണ് എന്നാണ് കാണുന്നത്. പക്ഷേ ഡീപ്പ് ഇക്കോളജി അങ്ങനെയാണ് കാണുന്നത് അല്ല. ഡീപ്പ് ഇക്കോളജി ഡസ് നോട്ട് സെപ്പറേറ്റ് ഹ്യൂമൻസ് ഫ്രം ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. മനുഷ്യനെ ആ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വേർതിരിക്കുന്നില്ല ഡീപ്പ് ഇക്കോളജി. ഇറ്റ് സെർവ്സ് ദ വേൾഡ് ആസ് എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് ഫിനോമിന. ഈ ലോകത്തെ പരസ്പര ബന്ധിതമായ ഒരു പ്രതിഭാസമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഹിയർ ഇവിടെ മാൻ ഈസ് ഓൺലി എ സ്ട്രാൻഡ് ഇൻ ദ വെബ് ഓഫ് ലൈഫ്. ജീവൻ്റെ ആ ജാലികയിൽ ഒരു നാര് മാത്രമാണ്. ജീവൻ്റെ ജാലിക എന്ന് പറയുന്നത് ഒരു വലിയ മാറാലയുടെ ഒരു നൂല് പോലെ നേർത്തതാണെന്ന് ഓർക്കണേ. അതിൽ ഒരു ചെറിയ നേർത്ത നൂല് മാത്രമാണ് മനുഷ്യൻ, അല്ലാതെ ഇതിൻ്റെ പ്രധാന ഭാഗമേ അല്ല മനുഷ്യൻ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹിയർ മാൻ ഈസ് ഓൺലി എ സ്ട്രാൻഡ് ഇൻ ദ വെബ്. സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ നേർത്ത നാരെന്നാണ് അർത്ഥം. ഇൻ ദ വെബ് ഓഫ് ലൈഫ്. വെബ് എന്ന് പറഞ്ഞാൽ ജാലികയാണ്, ചിലന്തി വലത് പോലത്തെ വലയെയാണ് പറയുക. അപ്പോൾ ഈ ജീവജാലികയുടെ ഒരു സ്ട്രാൻഡ് മാത്രമാണ്, നാര് മാത്രമാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവ്, അതായത് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള തിരിച്ചറിവാണ്. അത് തീർച്ചയായിട്ടും ഈ പുതിയ കാഴ്ചപ്പാടിൽ, അതായത് ഡീപ്പ് ഇക്കോളജിയിലുണ്ട് എന്നതാണ്. അൾട്ടിമേറ്റ്ലി ഡീപ്പ് ഇക്കോളജിക്കൽ അവെയർനെസ് ഈ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ്. ആത്യന്തികമായി പറഞ്ഞാൽ ഈ ഡീപ്പ് ഇക്കോളജിക്കൽ അവെയർനെസ് അല്പ ആത്മീയമാണ്, മതപരമാണ്. ഇറ്റ് ഈസ് ദ കോൺഷ്യസ്നെസ് ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ദ ലാർജർ യൂണിവേഴ്സ്. അതൊരു അവബോധമാണ്. നമ്മൾ ഈ വലിയ ബൃഹത്തായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്, അവബോധമാണ്. നേച്ചർ ആൻഡ് ദ സെൽഫ് ആർ ഇൻഡീഡ് വൺ. ഇനി പ്രകൃതിയും ആത്മാവും ഒന്നാണ്. പ്രകൃതിയും മനുഷ്യൻ്റെ ആത്മാവും എന്ന് പറയുന്നത് രണ്ടും രണ്ടായിട്ട് തിരിക്കേണ്ട, അതും എന്ത് ചെയ്യുന്നു, നേച്ചറിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ്. ഡീപ്പ് ഇക്കോളജി ഈസ് ദസ് in line with the philosophical tradition of Christian mystics, Hindu yogis, Buddhist monks and Native Americans. നോക്കൂ, ഇത് പല പുരാതന മതങ്ങളും ഈ ഡീപ്പ് ഇക്കോളജിയെ മനസ്സിലാക്കിയവയാണ് എന്നത് അത്ഭുതത്തോടെയാണ് നമുക്കിത് പറയാൻ കഴിയുക. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് അകന്ന് വേറിട്ട ഒരു ജീവിതം മനുഷ്യനില്ല എന്ന് ക്രിസ്ത്യൻ മിസ്റ്റിക്കുകൾ വിശ്വസിച്ചിരുന്നു. പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യനെന്ന് വിശ്വസിച്ചിരുന്നു. പുരാതന ഹിന്ദു യോഗികൾ വിശ്വസിച്ചിരുന്നു. ബുദ്ധിസ്റ്റ് മങ്കുകൾ വിശ്വസിച്ചിരുന്നു. ബുദ്ധ സന്യാസിമാർ.
മങ്ക് എന്ന് പറഞ്ഞ സന്യാസിയാണല്ലോ. ആൻഡ് നേറ്റീവ് അമേരിക്കൻസ്, അമേരിക്കയിലെ തദ്ദേശവാസികൾ, ഇന്ന് അമേരിക്കയിൽ താമസിക്കുന്ന വെള്ളക്കാരല്ല, അവിടുത്തെ റെഡ് ഇന്ത്യൻസ്, അവർ വിശ്വസിച്ചിരുന്നു.